ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സീനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ചെറുപയർ കൊണ്ട് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റിൻ്റെ റെസിപ്പിയാണ്. നല്ലൊരു വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി സ്വീറ്റാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് അറിയാനായിട്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടൊന്ന് കണ്ടു നോക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സീനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനു വേണ്ടി ആദ്യം തന്നെ ചെറുപയറാണ് വേണ്ടത്. ഞാനിവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് ചെറുപയർ എടുത്തിട്ടുണ്ട്. ഇതൊരു പാനിലോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു കടായിലോ ഒക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാനിതിന് വേണ്ടിയിട്ട് നല്ല പോലെ കഴുകിയെടുത്ത ശേഷം ഒരു അരിപ്പിലിട്ട് അതിൻ്റെ വെള്ളമെല്ലാം മൂറ്റിക്കളഞ്ഞതിന് ശേഷം എടുക്കുന്നുണ്ട്. എന്നിട്ടിത് ചൂടായി വന്ന ഒരു പാനിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷമാണ് ഇത് വറുക്കുന്നത്. ഇത് വറുത്തെടുക്കുമ്പോൾ ഇതുപോലെ നന്നായിട്ട് കൈവിടാതെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. നല്ലപോലെ ഇതൊന്ന് വെന്ത് വരണം. അതുവരേക്കും നമ്മളിത് വറുത്തെടുക്കണം. ഇതുപോലെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരുന്നാലാണ് എല്ലാ ഭാഗവും ഒരുപോലെ വെന്ത് കിട്ടുള്ളൂ. ഇപ്പോൾ ഇത് വെന്ത് വരും തോറും കളറൊക്കെ ചേഞ്ച് ആയിട്ട് നല്ലപോലെ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നന്നായിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ടെന്ന്. ഈ ഒരു പരുവാകുമ്പോൾ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ടിത് ചൂടാറുന്നവരേക്കും വെയിറ്റ് ചെയ്യണം. ഫ്ലെയിം ഓഫ് ചെയ്ത് കഴിഞ്ഞാലും 1-2 സെക്കൻഡ് ഈ ഒരു പാനിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഈ പാനിൽ തന്നെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതല്ലാന്നുണ്ടെങ്കിൽ വേറൊരു പാത്രത്തിലേക്ക് മാറ്റേണ്ടതാണ്. ഇതിൽ തന്നെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ കരിഞ്ഞു പോവും. ഞാനിപ്പോൾ ഇത് നല്ലപോലെ ചൂടാറിയതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് പൊടിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ്. ചെറുപയർ എല്ലാ ചെറുപയറും ഈ ഒരു കളറിലായിരിക്കില്ല വെന്ത് കിട്ടുന്നത്. നമ്മൾ ചെറുപയർ മേടിക്കുമ്പോൾ ചിലതിൽ കളർ ഉണ്ടാവും. അതുകൊണ്ടായിരിക്കും ഈ ഒരു കളറിൽ. ഇനി ഇത് കരിഞ്ഞതാണെന്ന് വിചാരിക്കേണ്ട. നമ്മുടെ ക്യാമറയിൽ കാണുമ്പോൾ കുറച്ചുകൂടി ഒരു ഡാർക്കായിട്ടാണ് ഇതിൽ കാണുന്നത്. അപ്പോൾ ഈ ഒരു ക്യാമറയിൽ കാണുന്ന കളറല്ല, കുറച്ചൊരു ഗ്രീൻ കൂടെ ഉണ്ട്. പിന്നെ ചില ചെറുപയർ നമ്മൾ കുക്ക് ചെയ്തെടുക്കുമ്പോൾ തന്നെ കളർ വ്യത്യാസം വരും. അപ്പോൾ അതിൻ്റെയൊക്കെയാണ് ഈ ഒരു വ്യത്യാസം. ഞാനിപ്പോൾ ഇതിൽ നല്ലൊരു മണത്തിന് വേണ്ടിയിട്ട് ഒരു 4 ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ റവയൊക്കെ പൊടിക്കുന്നതിൻ്റെ അതുപോലെ തന്നെ നല്ല പോലെ പൊടിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് ഈ ഒരു ചെറുപയർ പൊടിച്ച അതേ ജാറിൽ തന്നെ കുറച്ച് തേങ്ങ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരകിയതാണെന്നുണ്ടെങ്കിൽ അത് മതി. ഇതിലിപ്പോൾ ഒരു മുറി തേങ്ങയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതായത് ഒരു ചെറിയ തേങ്ങയുടെ മുറിയാണ് എടുത്തിട്ടുള്ളത്. ഇപ്പോൾ അതൊന്ന് ക്രഷ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൽ ഒട്ടിപ്പിടിച്ചിരിക്കുന്നതുകൊണ്ട് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ഇതുപോലെ കൈകൊണ്ട് ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. തേങ്ങ ചിരകിയതാണ് ഉള്ളത് എന്നുണ്ടെങ്കിൽ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുത്താൽ മതി. ആ ഒരു 250 ml കപ്പിന് 1/4 കപ്പായാലും കുഴപ്പമൊന്നുമില്ല. 1 കപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ തേങ്ങ കൂടുതലുണ്ടായ അത്രയും ടേസ്റ്റ് കൂടും, അത്രയേ ഉള്ളൂ. ഇനി ഇതിലേക്ക് വറുത്ത കപ്പലണ്ടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഈ ഒരു ജാറിൽ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുകൂടി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് കപ്പലണ്ടി ഇട്ടിട്ടുണ്ട്. തൊലി കളഞ്ഞതിന് ശേഷമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതും ഇതുപോലെ പൊടിച്ചതിന് ശേഷം മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഈ ഒരു കപ്പലണ്ടിക്ക് പകരം അണ്ടിപ്പരിപ്പോ അല്ലാന്നുണ്ടെങ്കിൽ ബദാമൊക്കെ ഉണ്ടെങ്കിൽ അതിട്ട് കൊടുത്താലും മതി. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/4 കപ്പ് അളവിൽ 2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കുക. ഞാനിതുപോലെ നന്നായിട്ട് കൈവച്ചിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നത്. കുറച്ചൊന്ന് അയഞ്ഞ് കിട്ടണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് പാൽ ഒഴിച്ചു കൊടുക്കും. അതിന് മുമ്പായിട്ട് നമുക്ക് ഏകദേശം ഒരു കണക്ക് കിട്ടാനായിട്ട് ഈ ഒരു ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്രയാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് എന്നുള്ളത്. ഞാനിപ്പോൾ ഇവിടെ 250 ml കപ്പിൻ്റെ അളവിൽ 1 കപ്പ് നല്ല കട്ടിയായിട്ടുള്ള പശുവിൻ പാൽ എടുത്തിട്ടുണ്ട്. അതിൻ്റെ പകുതിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഇത് നമുക്ക് റെഡിയാക്കി എടുക്കുമ്പോൾ ഒത്തിരി അങ്ങ് ലൂസ് ആവുകയും ചെയ്യരുത്, നല്ല ടൈറ്റ് ആവുകയും ചെയ്യരുത്. നമുക്കിത് കൈകൊണ്ട് ഏത് ഷേപ്പിലാണോ നമുക്ക് വേണ്ടത് ആ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാൻ പറ്റണം. അതാണ് ഇതിൻ്റെ കറക്റ്റ് പരുവം. ഞാനിപ്പോൾ ഇവിടെ ഈ ഒരു പരുവത്തിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കൈയൊന്ന് വെള്ളത്തിൽ മുക്കിയെടുത്തതിന് ശേഷം കുറച്ച് ഇതുപോലെ എടുത്തിട്ട് ഇതുപോലെ ബോൾ ഷേപ്പിലാണ് ഞാൻ റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിലാണോ വേണ്ടത് ആ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതുപോലെ ഒരു ബോൾ ഷേപ്പിൽ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിന് മുകളിലേക്കായിട്ട് കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടും അതുപോലെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റും ആയിരിക്കും. അതിനൊക്കെ വേണ്ടി ഇതിലേക്ക് ഒരു കപ്പലണ്ടിയുടെ പകുതി ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഒരെണ്ണം റെഡിയാക്കി എടുത്തു. ഇനി വീണ്ടും നമ്മുടെ കൈ ഒന്ന് വെള്ളത്തിൽ മുക്കിയെടുക്കുക. എന്നിട്ട് ഇതുപോലെ കുറച്ചെടുത്തിട്ട് ഒന്ന് ബോൾ ഷേപ്പിലാക്കി എടുക്കണം. എന്നിട്ട് ഇതിലേക്ക് കപ്പലണ്ടി ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. ഇതേപോലെ തന്നെ എല്ലാം ഈ ഒരു ഷേപ്പിൽ റെഡിയാക്കി എടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി സ്വീറ്റ് റെഡിയായി കിട്ടി.
കാണാൻ നല്ല ഭംഗിയും കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി പലഹാരമാണ്. ചെറുപയർ വെച്ചിട്ടാണ് ഇത് തയ്യാറാക്കിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് നല്ല ഗുണമുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.